ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടും ഒരു ഫ്ലോയിലല്ല ഈ റിലേഷൻഷിപ്പ് പോകുന്നത്, വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു ജേർണി അല്ല എന്നുള്ള രീതിക്ക്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു റീഡിംഗ് എടുക്കുന്നത്. അപ്പൊ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ഹിഡൻ ഫീലിങ്സ്, അവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഓപ്പൺ അല്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് തന്നെ സംശയങ്ങൾ തോന്നുന്നുണ്ടായിരിക്കാം അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫീലിങ്സ് എന്താണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ മുഖം, അവരുടെ പേര് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർക്കുക. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സമയം നല്ല മൊമെന്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ ഒരു മൊമെന്റ്സ് കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ് എന്നുള്ള രീതിക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Ace of Cups, Four of Wands, Seven of Wands, Seven of Cups, Nine of Cups, Knight of Swords, Queen of Wands, the Hierophant, Seven of Pentacles, Ten of Cups, Four of Pentacles, Five of Swords, Eight of Swords, Five of Wands, Death and Rebirth, Knight of Pentacles, King of Wands, Three of Pentacles, ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ ടവർ എനർജി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു റീസൺ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ രീതിക്ക് ഒരു പ്രശ്നം കഴിഞ്ഞവരാണ്. ആ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ പഴയ രീതിയിലേക്ക് ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും എത്തിയിട്ടില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ബന്ധത്തിൽ വലിയ രീതിക്ക് ഒരു വിള്ളലേറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ ഇവിടെ ത്രീ ഓഫ് സോഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലാണെന്നുണ്ടെങ്കിലും വലിയ രീതിക്ക് അതൊരു വിള്ളൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പെയിൻ ഇതുവരെ നിങ്ങൾക്കിടയിൽ ഉണങ്ങി മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു മുറിവ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദന ഇങ്ങനെ തന്നുകൊണ്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേ ഒരു പെയിൻ തന്നെ അവരിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിലുള്ള ഈഗോ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു കാരണമായിട്ടുണ്ട്. ഈ ഒരു വ്യക്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഇമോഷൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇപ്പോഴും പൂർണ്ണമായിട്ടും എക്സ്പ്രസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കാം അവരുടെ അടുത്ത്, പക്ഷെ അവർ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇതുവരെ തന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ മനസ്സിൽ എന്താണ് നിങ്ങളോട് ഹൈഡ് ചെയ്യുന്ന ഫീലിങ്സ്, പൂർണ്ണമായിട്ടും നിങ്ങളെ വേണ്ട എന്നാണോ ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നത്, അതോ നിങ്ങളെ ഇനി വീണ്ടെടുക്കാനുള്ള ഒരു മനസ്സിലേക്ക് ഇവർ വന്നുകൊണ്ടിരിക്കുകയാണോ, ഇതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ ഇവിടെ എന്തായാലും പറഞ്ഞു വരാം.
അപ്പൊ അപ്രതീക്ഷിതമായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചധികം പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നോ തന്നെ ആയിരിക്കാം പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു രീതിയിലേക്ക് നോക്കുന്നില്ല. നമ്മൾ ഈ ഒരു രീതിക്കാണ് നോക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ എന്താണ് നിങ്ങളോട് തോന്നുന്നത് എന്നുള്ളത്. എന്തായാലും നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന പ്രശ്നം നിസ്സാരമായ ചെറിയ ഒരു കാര്യമല്ല. ഇവിടെ ഒരു ഹെയറോഫന്റ് എനർജി വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് സറണ്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് തന്നെ ആയിരിക്കാം വലിയ രീതിക്ക് ഒരു തെറ്റുകളോ കാര്യങ്ങളോ ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിനോട് ക്ഷമിക്കാനോ കാര്യങ്ങൾക്കോ ഒക്കെ തയ്യാറായിട്ട് റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നാൽ പഴയ രീതിയിലേക്ക് ഈ ഒരു ബന്ധം ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു സ്ട്രഗിളിങ്ങിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഉണ്ടായിരിക്കുന്ന പ്രശ്നം രണ്ടുപേരുടെയും മനസ്സിൽ ഏൽപ്പിച്ചിരിക്കുന്ന മുറിവുകൾ തന്നെ ആയിരിക്കാം ആ ഒരു രീതിയിൽ ഇതിനെ നിലനിർത്താൻ കാരണം. അപ്പൊ എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് അവർ പുറമേക്ക് കാണിക്കുന്നില്ലെങ്കിൽ പോലും അവർ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത്, അവർ ഹൈഡ് ചെയ്യുന്ന ഒരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ എന്താണ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പൊ ഈ ഒരു വ്യക്തികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പുറമേ കാണിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വൈകാരികപരമായിട്ട് ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇവര്. ഇവർക്കാണെന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വളരെയധികം ഒരു കുറ്റബോധം ഇപ്പൊ തോന്നുന്നുണ്ട്. അവർ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം ആത്മാർത്ഥതയുള്ള പേഴ്സൺസ് ആയിരുന്നു. അത്രയും കാര്യമായിട്ട് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോയവരാണ്. എന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ കാരണം അത് നിങ്ങൾക്കിടയിൽ വലിയ രീതിക്ക് ഒരു വിള്ളൽ വീഴ്ത്തുകയും അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഭയങ്കര രീതിക്കുള്ള പ്രശ്നങ്ങൾ, വഴക്ക്, വാക്ക് തർക്കങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് തന്നെ സ്വയം ഒന്ന് ഹീൽ ആവാനായിട്ടുള്ള ഒരു സമയം വേണം, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു പേഴ്സൺ വളരെയധികം പ്ലാനിങ്ങോട് കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് ലോങ് ടേം ആയിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ ഏത് രീതിയിലാണ് സ്വയം ഇവരെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടത്, ആ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു അവസ്ഥയിലാണ്. 3 ഓഫ് പെന്റക്കിൾസ് ആണ്. ചുറ്റിനും നടക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഇവർ പ്രതികരിക്കുന്നില്ലെങ്കിൽ പോലും ഓരോ പോയിന്റുകൾ ഇവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവരുടെ ഫ്രണ്ട്സിന്റെ ഫാമിലി ആയിക്കൊള്ളട്ടെ, ഇവരുടെ കൂടെയുള്ള ആരും ആയിക്കൊള്ളട്ടെ, അവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തായാലും അവർ ചെവിക്കൊള്ളുന്നുണ്ട്. ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ അതൊന്നും ചെവിക്കൊള്ളാനായിട്ട് താല്പര്യപ്പെടാതിരുന്നവരാണ്. ഇവരുടെ ഒരു മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഈഗോ ഉള്ള ഒരു വ്യക്തികളായിരുന്നു. എന്നാൽ ഇപ്പൊ അവര് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരുടെ ഈഗോ ആയിക്കൊള്ളട്ടെ, സ്വാർത്ഥത എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ധാർഷ്ട്യവും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മുന്നിലേക്ക് സറണ്ടർ ആക്കാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും ഏറ്റു പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വൈകാരികപരമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരണം. ഒരു ന്യൂ ചാപ്റ്റർ നിങ്ങളുടെ ബന്ധത്തിൽ വേണം. എത്രത്തോളം അവർ നിങ്ങളിൽ നിന്ന് ഇമോഷൻസ് ഹൈഡ് ചെയ്ത് പിടിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിൽ ഒരു മുത്ത് പോലെ അല്ലെങ്കിൽ അത്രത്തോളം വളരെ വൈകാരികപരമായിട്ട് തന്നെ നിങ്ങളെ നോക്കിക്കാണുന്നവരാണ്. നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാനല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇമോഷൻസ് പ്രകടമാക്കാത്തത്. അവരുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന മുറിവ് തന്നെയാണ് അതിന്റെ ഒരു മെയിൻ കാരണമായിട്ട് കിട്ടുന്നത്. ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലും ആയിരിക്കാം നിങ്ങൾ, ഒരു ലെസ് കോണ്ടാക്ട്, നോ കോണ്ടാക്ട് ഒക്കെ ആയിരിക്കാം. എന്തായാലും ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്നവരല്ല. കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴും ചിലപ്പോൾ മിണ്ടുന്നോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. ആ ഒരു രീതിയിലായിരിക്കും നിൽക്കുന്നത്. ഈ ഒരു പേഴ്സൺ എന്തായാലും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് എന്ന് വെച്ചാൽ ഒരു മാരേജ് ലൈഫിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചു നിന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് തന്നെ ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണ് ഇവര്. നിങ്ങളുടെ ലൈഫിലേക്ക് എവിടെ നിന്നാണോ നിങ്ങൾ ഉപേക്ഷിച്ച് പോയത് അവിടെ നിന്നും ഇപ്പൊ തിരിഞ്ഞു നോക്കി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു യാത്രയില്, ആ ഒരു തിരിച്ചുള്ള യാത്രയില് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മനുഷ്യനായിട്ട് വേണം എത്താനായിട്ട്. കാരണം ഇവരുടെ കുറേയധികം ക്യാരക്ടർ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പ്രധാനമായിട്ട് ഈഗോ, എടുത്തുചാട്ടം, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, നിങ്ങൾക്കൊരു സമയം തരാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അവരെ തന്നെ സ്വയം ഹീൽ ചെയ്ത് ക്ലെൻസ് ചെയ്ത് ഒരു പുതിയ മനുഷ്യനായിട്ട് നിങ്ങളിലേക്ക് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു ഇമോഷൻ കൺട്രോളിംഗ് ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു സമയത്ത് അവരുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർ നിങ്ങളെ പതുക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് അവരുടേതായ സന്തോഷങ്ങൾ തേടി പോയവരാണ്. എന്നാൽ ഈ ഒരു സമയത്ത് അവർക്ക് അവരുടെ മുന്നിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോൺഫിഡൻസോട് കൂടി അവർ നിങ്ങളുടെ പേരാണ് പറയുന്നത്. അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്
അവരുടെ ലൈഫിൽ നിങ്ങൾ ഉള്ളപ്പോഴാണ് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കാൻ കുറച്ചധികം വൈകി പോയിട്ടുണ്ട്. 9 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം, കെയറിങ്, കാര്യങ്ങൾ എല്ലാം അവരിപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. അതിൽ അവർ വളരെയധികം കോൺഫിഡന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ആത്മാർത്ഥമായ ഒരു സ്നേഹമാണ് നിങ്ങൾക്ക് അവരോട് ഉള്ളത് എന്നുള്ളത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അത് എത്രത്തോളം അവർ നിങ്ങളിലേക്ക് കാണിക്കുന്നില്ലെങ്കിൽ പോലും ഓരോ നിമിഷവും അവരത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണത്. വളരെ സൈലന്റ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ടും ഇനിയും കുറച്ചുകൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അവരൊരു സമയത്ത് നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം അവരെ വേദനിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ വളരെ സൈലന്റ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എത്രയും വേഗം നിങ്ങളിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളൊരു മെന്റാലിറ്റി തന്നെയാണുള്ളത്. സംഭവിച്ചു പോയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് ഏറ്റു പറയാനുള്ള ഒരു മനസ്സ് അവർക്ക് വന്നിട്ടുണ്ട്. ചിലവരുടെ കേസിൽ അവരൊക്കെ അതൊക്കെ ഏറ്റു പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാലും ആ ഒരു അകൽച്ച ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. അതിന്റെ ഒരു റീസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവരുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന മുറിവാണ്. കാര്യം അവരാണ് തെറ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം വന്നിരിക്കുന്ന കുറ്റബോധം വന്നിട്ടാണ്. ആ ഒരു കുറ്റബോധം അവരിങ്ങനെ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ടിട്ടാണ് അവരുടെ മനസ്സിന് ആ ഒരു മുറിവിനെ ഉണക്കാനായിട്ട് അവർ ഈ ഒരു സമയം എടുക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനല്ല തീരുമാനം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വന്ന് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ നടത്തി അതിലൊരു വിജയം കൈവരിക്കുക. കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ നടത്തുക. ഒരു സമയത്ത് നിങ്ങളെ വളരെയധികം പാഷനേറ്റ് ആയിട്ട് കണ്ടിരുന്ന വ്യക്തികളാണ്. അത്രയും നിങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തികളുമാണ്. ഇവരായിട്ടാണ് നിങ്ങളെ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നത് പോലും. എന്നാൽ മുന്നോട്ടേക്ക് പോയപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നും അവർ നിങ്ങളെ പലപ്പോഴും അവഗണിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇനി ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ പാടില്ല. എല്ലാം നിങ്ങൾക്ക് മുന്നിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് തന്നെ അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഇഷ്ടം അനുസരിച്ച് തന്നെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഇവരുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട എഫേർട്സ് കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവർ എടുക്കാൻ തയ്യാറാണ്. ആ ഒരു പാർട്ടിസിപ്പേഷൻ ആണ്. ഇവരുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം തിരുത്തി ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിനെ മുന്നോട്ടേക്ക് നയിക്കുക. അതുപോലെ നിങ്ങൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുക. പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരിക. അതിലൂടെ നിങ്ങളുടെ ബന്ധം എല്ലാ രീതിക്കും എല്ലാ കാലവും നിലനിൽക്കുന്ന രീതിയിൽ 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ഫാമിലി എനർജിയാണ്. ഫാമിലി എന്ന് പറയുന്ന അത്രയും ബോണ്ടിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം, എന്ത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരു ഫാമിലി ലൈഫ് പോലെ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ബോണ്ടിങ്ങിലേക്ക് വരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിന്റെ ഒരു മീനിങ്. അതേ രീതിയിൽ നിങ്ങളെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതും ലോങ് ടേം ആയിട്ട് തന്നെ. എല്ലാ രീതിക്കും നിങ്ങൾക്കൊരു സപ്പോർട്ടായി നിൽക്കുക, കെയറിംഗ് ആയി നിൽക്കുക. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും കെയറിംഗും തിരിച്ചും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്ത വ്യക്തികൾ തന്നെയാണ്. പക്ഷെ അവരായിട്ടാണ് അതിനെയൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞത്. എന്നാൽ വീണ്ടും നിങ്ങളിൽ നിന്ന് അതെല്ലാം ആത്മാർത്ഥമായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവർ ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് പ്രകടിപ്പിച്ചിട്ടില്ല. എല്ലാം അവരുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിയന്ത്രിച്ച് വെച്ചിരിക്കുകയാണ്. അവരത് നിയന്ത്രിച്ച് വെച്ചിരിക്കുന്നതിന്റെ കാരണം അവർക്ക് ഹീൽ ആവാനുള്ള ഒരു സമയം വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. ഒരു സമയത്ത് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സ്വാർത്ഥതയോടുകൂടി ഇമോഷൻസ് പ്രകടിപ്പിക്കാതിരുന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു സമയത്തും അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളിലേക്കും അഡിക്ഷൻസ് വന്ന് മാറിപ്പോയവരാണ്. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവരെ ഈ മനസ്സിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്ന ഫീലിങ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഈ മനസ്സിന് ഏറ്റിരിക്കുന്ന ഈ ഒരു മുറിവുകൾക്കെല്ലാം ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം. ഒരു ഡിപ്രഷൻ അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. പുറമെ അവരത് കാണിക്കുന്നില്ലെങ്കിൽ പോലും ഭയങ്കരമായ ഒരു വില്ലാളി അല്ലെങ്കിൽ എല്ലാ രീതിക്കും ഭയങ്കരമായി സ്ട്രോങ് ആയിട്ടാണ് മുന്നിൽ കാണുന്നതെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബാക്കിൽ നിൽക്കുന്ന അവരുടെ യഥാർത്ഥമായ മനസ്സ് എന്ന് പറയുന്നത് വളരെ ടയേർഡ് ആണ്. വളരെയധികം തളർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ തന്നെയാണ് അല്ലെങ്കിൽ അത്രത്തോളം ഒരു പെയിൻ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ആ ഒരു സിറ്റുവേഷനൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇതുവരെ അവർ നിങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവർക്ക് ചെയ്യാമായിരുന്ന പല പല സന്ദർഭങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ട് പോലും അവർ നിങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന പല സിറ്റുവേഷൻസ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ അവർക്ക് ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട്. ആരും അവരെ കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. സ്വയം അവർ തന്നെയാണ് നിങ്ങളെ അവഗണിച്ച് മാറ്റി നിർത്തിയത്. അതിലൊക്കെ തോന്നുന്ന കുറ്റബോധം എന്ന് പറയുന്നത് അവരിങ്ങനെ കാർന്ന് തിന്നുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇനിയിപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റെന്ത് തടസ്സങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും അതിൽ നിന്നൊക്കെ അവർ എസ്കേപ്പ് ആകും, ലെറ്റ് ഗോ ചെയ്യും. നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് അവരുടേതായിട്ടുള്ള ഒരു ആവശ്യമായിട്ട് അവരിപ്പോൾ കാണുന്നുണ്ട്. അപ്പൊ ചുറ്റിനും തടസ്സങ്ങൾ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒന്നിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജെന്യുവൻ ആയിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ.
പക്ഷെ ജെന്യുവൻ ആയിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ വളരെ സത്യസന്ധമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലാണെങ്കിൽ പോലും അതായത് തടസ്സങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളെ ചേർത്ത് നിർത്തി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവരിക. കാരണം ഇപ്പൊ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് 3 of swords ആണ്. അത്രത്തോളം നിങ്ങളെ ആണെങ്കിലും ഇവരെ ആണെന്നുണ്ടെങ്കിൽ വേദനിപ്പിക്കുന്നുണ്ട്. ആ ഒരു വേദനകൾക്കെല്ലാം ഒരു ഡെത്ത്, ഒരു അവസാനം വേണം. ആ ഒരു അവസാനത്തിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ രീതിക്കും ഒരു റീബർത്തും കൊണ്ടുവരണം. അപ്പൊ ആ ഒരു റീബർത്ത് കൊണ്ടുവരാനായിട്ട് ഇനി തടസ്സങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം വളരെയധികം ഇനിഷ്യേറ്റീവ് ആയിട്ട് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ പോലും അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങളുമായിട്ട് ആദ്യം ഒന്ന് തുറന്ന് സംസാരിക്കണം. ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഇവരെ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇവർക്ക് ഒന്നുകൂടെ നിങ്ങളായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കാം അത് എന്നുള്ളത് അവർ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്ത് നിന്നും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല എന്നുള്ളത് അവർക്കറിയാം. അപ്പൊ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു തുറന്ന ഓപ്പൺ കമ്മ്യൂണിക്കേഷനുമായിട്ട് വരാനാണ് ഇവരിപ്പോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. അതിലൂടെ നിങ്ങളുടെ ബന്ധം എല്ലാ രീതിക്കും നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങളെല്ലാം വളരെ പ്ലാനിങ്ങോടുകൂടി മനസ്സിൽ ഇങ്ങനെ കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു person എന്ന് പറയുന്നത്. അതോടൊപ്പം ചുറ്റിനും നടക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പോസിറ്റീവ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ലേൺ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇതിലൊരു വിജയം ഇവർക്ക് വേണം. അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാനായിട്ട് ഇവർ തയ്യാറല്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സൈക്കിൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം അവരുടെ ഒരു ഡെസ്റ്റിനി ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കണക്ക് കൂട്ടുന്നത് അല്ലെങ്കിൽ അവർ നിങ്ങളെ കാണുന്നത്. എവിടെയൊക്കെ ചുറ്റിപ്പറ്റി പോയി എന്ന് പറഞ്ഞാലും അവസാനം നിങ്ങളിലേക്ക് തന്നെ എത്തും. കാരണം ആത്മാർത്ഥമായ ഒരു സ്നേഹം നിങ്ങളാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു തിരിച്ചറിവോട് കൂടി നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന വ്യക്തികളാണ് ഇവര്. ഒരു fulfillment തന്നെ അല്ലെങ്കിൽ ആ ഒരു success തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും. നിങ്ങളുമായിട്ടുള്ള ആ ഒരു soul, ആ ഒരു മനസ്സിന്റെ connection അത് വീണ്ടും tie ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിനെ ഏറ്റവും നല്ല രീതിക്ക് ഒരു structure വരുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഇവർക്കിപ്പോ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള maturity കാര്യങ്ങളൊക്കെ കൈവന്നിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രധാന ഉദാഹരണം തന്നെയാണ് ഭയങ്കരമായ ധാർഷ്ട്യവും എടുത്തുചാട്ടവും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികൾ ഇപ്പൊ വളരെയധികം silent ആണ്. calm and quiet ആയി മാറിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ചെല്ലുവാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർ കേൾക്കാനുള്ള ഒരു മനസ്സൊക്കെ തരുന്നുണ്ടായിരിക്കാം. ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും നിങ്ങൾ പറയുന്നതൊക്കെ അവർ കേൾക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവരിൽ വന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ച് ആണ്. അവരുടെ എനർജീനെ അവർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു മാറ്റത്തിന്റെ കാരണം എന്ന് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സഡൻ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങളുടെ തുടക്കം തന്നെയായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകും. അവർ അവോയ്ഡ് ചെയ്തിട്ട് പോവുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾ അടുക്കാനായിട്ടുള്ള കാരണമായിരിക്കുന്നത്. അപ്പൊ ചില റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത് ചിലവരുടെ ബന്ധത്തിൽ പോസിറ്റീവായ മാറ്റങ്ങളുടെ തുടക്കത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ വീണ്ടും നേരത്തേക്കാൾ കൂടുതലായിട്ട് കണക്ട് ആവാൻ വേണ്ടിയിട്ടാണ്. വൈകാരികപരമായിട്ട് നിങ്ങളുടെ ആ ഒരു സോൾ തമ്മിൽ വളരെ ബോണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ ഒരുപാട് ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് വന്നു. അതിന്റെയൊക്കെ ടൈം കംപ്ലീറ്റ്ലി അവസാനിച്ചു. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ മാറി നിൽക്കാൻ തുടങ്ങിയിട്ടൊക്കെ കുറേ അധികം നാളുകളായി. ഇപ്പോഴാണെന്നെങ്കിലും ആ ഒരു ഇമോഷൻസ് ഒരു ലിമിറ്റിൽ കൂടുതൽ അവർ പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാൽ അതിന്റെയൊക്കെ ടൈം അവസാനിച്ചു. ഇനി നിങ്ങളിലേക്ക് കടന്നു വരേണ്ട ഒരു സമയമാണ്. അവരിപ്പോ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ, ഒരു ടെലിപതി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. ഇമോഷൻ കൺട്രോളിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സ് അവരിലേക്ക് അടുക്കുന്നു. അതുപോലെ തന്നെ അവരുടെ മനസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അടുക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും അത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ രണ്ടുപേരുടെ എനർജിയിലും കുറച്ചൊരു ഹൈഡിങ് കാണുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്.
ഇനിയും അവർ ആ ഒരു കമ്മ്യൂണിക്കേഷന് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരത്തെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവർ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡവും കാര്യങ്ങളൊക്കെ തരാനുള്ള കാര്യത്തിൽ റെസ്ട്രിക്ഷൻസ് വെച്ചവരാണ്. എന്നാൽ ഇപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം അവര് കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യാനും അവരുടെ ചിന്താഗതികളെ മറ്റൊരു വ്യൂവിലൂടെ തിരിച്ചുവിടാനും അവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് മാറുക, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പ്രണയത്തിന്റെ ബ്യൂട്ടി നിലനിർത്തണം. അങ്ങനെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ വെച്ചിട്ട് കാര്യമില്ല. മ്യൂച്വൽ ആയിട്ടുള്ള ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് പരസ്പരം ഒരു മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയാലാണ് ആ ബ്യൂട്ടി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരാൾ പറയുന്ന വഴിയിലൂടെ മാത്രം മറ്റേ ആൾ സഞ്ചരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ഭംഗി വരില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് എന്ത് വന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു അബണ്ടൻസ് തിരിച്ചു കൊണ്ടുവരിക, ആ ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം കൊണ്ടുവരിക. വളരെ സൈലന്റ് ആയിട്ട് വളരെയധികം ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. അവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിലേക്ക് ആ ഒരു ഹൈഡിങ് എല്ലാം മാറ്റി കടന്നു വരും. ഇപ്പൊ അവർ നിങ്ങളെ സൈലന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തികളാണ്. കാരണം നിങ്ങൾ എത്രത്തോളം ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുത്തവരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കൊരു റെസ്പെക്ട് തന്നുകൊണ്ടിരിക്കുന്ന പേഴ്സൺ ആണ്, നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകുക. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് വരുന്ന ഒരു ഫീലിങ്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സത്യങ്ങളെല്ലാം അവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്, ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ തെറ്റുകളാണ് സംഭവിച്ചു പോയത്, എല്ലാ കാര്യങ്ങളും വളരെയധികം മനസ്സിലാക്കി വളരെ സത്യസന്ധമായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ആക്ഷൻ ആണ് ഇവരിപ്പോ എടുത്തിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ട് മാറ്റങ്ങൾ വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിവൈൻ ആയിട്ട് തന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളെ ഒരു രീതിക്കും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാതെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കൺഫ്യൂഷൻസോ കാര്യങ്ങളോ, കൺഫ്യൂഷൻ എന്ന് പറയാൻ കാരണം ആദ്യ സമയത്ത് അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ വന്നിട്ടാണ് അവർ നിങ്ങളെ മാറ്റി നിർത്തിയത്. എന്നാൽ ഇപ്പോൾ ആ ഒരു കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ വിശ്വാസത്തോടു കൂടി ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആ ഒരു ഡിവൈൻ ടൈം എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് നോക്കുമ്പോൾ നിങ്ങളോട് അവർ എക്സ്പ്രസ് ചെയ്തില്ല എങ്കിൽ പോലും ഹൈഡ് ചെയ്യുന്ന ഫീലിങ്സ് ആയിട്ട് കിട്ടുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഈ ഒരു ബന്ധം എന്നെന്നും നിലനിർത്തിക്കൊണ്ട് ഒരു റീബർത്ത് സംഭവിച്ച് ഒരു പുതിയ തുടക്കത്തോടു കൂടി ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇവരുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു എനർജികൾ കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഈ ഒരു ക്ലൂസും കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. M എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 44, 1990. P എന്നൊരു ലെറ്റർ, S എന്നൊരു ലെറ്റർ, 31, ഇടുക്കി, ആയില്യം. C എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. വിർഗോ, R എന്നൊരു ലെറ്റർ, 1968. N എന്നൊരു ലെറ്റർ, തിരുവാതിര, സെപ്റ്റംബർ മന്ത്, ഓഗസ്റ്റ്. N എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വരുന്നതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. കൊല്ലം, ജൂലൈ മന്ത്, മെയ്, ലിയോ, പൂരം എന്നൊരു സ്റ്റാർ, കാർത്തിക, കോട്ടയം ഡിസ്ട്രിക്റ്റ്, ഭരണി, 3 എന്നൊരു നമ്പർ, ഒക്ടോബർ 19, G എന്നൊരു ലെറ്റർ, B എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം,
എച്ച് എന്നൊരു ലെറ്റർ, ലിബ്ര എന്നൊരു സോഡിയാക് സൈൻ, എച്ച് അഗെയിൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.